തീപിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവർ, സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ, ആർക്കും വേണ്ടാത്ത കുറേ പാഴ് ജന്മങ്ങളെന്ന് മറ്റുള്ളവരാൽ പറയപ്പെടുന്ന കുറേ മനുഷ്യർ. എന്നാൽ അങ്ങനെയുള്ളവരെ ഉള്ളംകൈയിൽ താങ്ങിയെടുത്ത് അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് ആവശ്യമുള്ള സ്നേഹവും കരുതലും അവർക്ക് വേണ്ട സകലതും തികച്ചും സൗജന്യമായി നൽകി, ഒന്നും പ്രതിഫലമായി ആഗ്രഹിക്കാതെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഈ മക്കളെ സ്വന്തം മക്കളെ പോലെ എന്ന് പറഞ്ഞാൽ ഭാര്യയും 5 മക്കളും അടങ്ങുന്ന കുടുംബത്തിൽ ഇവരെ കൂടെ ചേർത്ത് പിടിച്ച് ഒരു മഹാശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവശുശ്രൂഷകനെ ഇന്ന് തീപിടിച്ചവരിൽ നമ്മൾ പരിചയപ്പെടുകയാണ്. പാലാ ടൗണിൻ്റെ മധ്യത്തിൽ തന്നെ മരിയ സദനം എന്ന ശുശ്രൂഷ ചെയ്യുന്ന ബ്രദർ സന്തോഷ് മരിയ സദനം, നമുക്ക് അദ്ദേഹത്തെ ഈ ആഴ്ച കേൾക്കാം. ബ്രദറെ, സ്വാഗതം. താങ്ക് യു. അങ്ങയുടെ ഈ ശുശ്രൂഷ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കുറേയൊക്കെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഷെഗന ടെലിവിഷനിലൂടെ ലോകം മുഴുവനുമുള്ള ആൾക്കാരിലേക്ക് ഈ ശുശ്രൂഷ എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹത്തിലാണ് അങ്ങേ ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത്. ഇങ്ങനെ ഒരു ശുശ്രൂഷ, ഇത് വളരെ വളരെ അപൂർവം വ്യക്തികൾ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അങ്ങേക്ക് ഇങ്ങനെ ഒരു ശുശ്രൂഷ തുടങ്ങണമെന്നുള്ള പ്രേരണ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? എനിക്ക് അങ്ങനെ ഒരു നേരത്തെ ഒരു മനസ്സിലങ്ങനെ ഒരു പദ്ധതിയോ പ്ലാനോ ഒന്നും നമുക്കില്ലായിരുന്നു ഇതിനകത്ത്. ഇത് വളരെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ യാദൃശ്ചികങ്ങളാണ്, പെട്ടെന്നുണ്ടാകുന്ന ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മൾ സ്വസ്ഥമായിട്ടൊരു ജീവിതം എന്നെല്ലാവരും കരുതുന്ന ഒരു വീട്, അത്യാവശ്യം സാമ്പത്തിക ശേഷി, നല്ല ഒരു ജോലി, അല്ല ബിസിനസ്. അപ്പോൾ ഇതാണല്ലോ എല്ലാവരുടെയും ഒരു ലക്ഷ്യം. ഞാനും ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിതം ആരംഭിച്ചപ്പോൾ ജീവിതത്തിൽ പ്രതികൂലമായി പലതും സംഭവിച്ചു. ഒരുപാട് സാമ്പത്തിക തകർച്ചകളും റബ്ബറിൻ്റെ വിലയിടവും. റബ്ബർ കച്ചവടക്കാരനായിരുന്നു എൻ്റെ ഫാദർ. അപ്പോൾ അതേ പാതയിൽ ഞാനും ചെറുതായിട്ടൊക്കെ തുടങ്ങിയെങ്കിൽ അതെല്ലാം പരാജയപ്പെട്ടു പോയി. എൻ്റെ സ്കൂൾ ജീവിതം എന്ന് പറയുന്ന ഏറ്റവും നല്ല പാലായി കിട്ടാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ് എൻ്റെ ഫാദർ എനിക്ക് ഒരുക്കി തന്നത്. അവിടെ സെൻറ്റ് വിൻസെൻ്റ് CMI ഫാദേഴ്സിൻ്റെ സ്കൂളിൽ 10ാം ക്ലാസ് വരെ 1 മുതൽ 4 വരെ സെൻറ്റ് മേരീസിലും ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു. 12 വർഷം കൊണ്ട് എനിക്ക് 10ാം ക്ലാസ് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ബിസിനസ്സും ഡിഗ്രി ഒരു വർഷം കൊണ്ട് നിർത്തി. ഒരു വർഷം കൊണ്ട് നിർത്തി. ഏത് കാലയളവിലായിരുന്നു അത്? 84, 85, 83, 84 ആണ് 10ാം ക്ലാസ്സിൻ്റെ. 85, 86 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4-5 വർഷക്കാലം ബിസിനസ്സും ഒക്കെ നടത്തി. ബിസിനസ് റബ്ബറിന് വല്ലാത്തൊരു തകർച്ച വന്ന കൂട്ടത്തിൽ എൻ്റെ പ്രസ്ഥാനവും ഇല്ലെന്നായിപ്പോയി. കുറേ ബാധ്യതകളായി. പിന്നെ ഒരു പിടിച്ചു നിൽപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഇച്ചിരി ഉഴപ്പ് തരങ്ങളൊക്കെ സ്കൂൾ മുതലേ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു പ്രശ്നം പാലായിലുണ്ടായി. പ്രശ്നം ഉണ്ടായൊരു ബാർ ഹോട്ടലിലായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് ഒരു വഴക്കൊക്കെ ഉണ്ടായി. പിന്നെ കടലിൽ കുറച്ചൊക്കെ. പിന്നെ ഈ ബിസിനസ്സുകാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എന്നേലും മുതിർന്ന ആൾക്കാരാണല്ലോ കമ്പനിയെല്ലാം. അപ്പോൾ ഞാനൊരു 18 വയസ്സ് മുതൽ റബ്ബർ വ്യാപാരം തുടങ്ങി. 50 വയസ്സുകാരും 60 വയസ്സുകാരും ഒക്കെ ആണല്ലോ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു മുതിർന്ന ഒരാളുടെ കൂട്ടത്തിൽ പോയതാണ് അവിടെ. പക്ഷേ അത് ഒരു വഴക്കാലായി. അപ്പം അങ്ങനെ അത് പാലായി നിൽക്കാൻ മേലാത്തൊരു സാഹചര്യവും നാണക്കേടും ഒക്കെ വന്നതുകൊണ്ട് അമ്മ നേരെ പോട്ടയിൽ ധ്യാനത്തിന് കൊണ്ടു. അന്ന് പോട്ടയിൽ ഡിവൈനിൽ ഹോസ്പിറ്റൽ തുടങ്ങുന്നുള്ളൂ. പോട്ടയ ആശ്രമത്തിൽ അന്ന് അവിടെ ആർക്കും ദൈനംദിന ശുശ്രൂഷയുണ്ട്. അവിടുത്തെ ബെഞ്ചൊക്കെ കിടക്കാം. അമ്മയും ഞാനും അവിടെ ഷെഡിനകത്തൊക്കെ കിടന്നു. അങ്ങനെ ഒരു നായ്ക്കമ്പറമ്പിലച്ഛനെ വെയിറ്റ് ചെയ്തതാണ് അവിടെ എന്നും പറഞ്ഞ് എന്നെ അവിടെ നിർത്തിയത്. എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല, എന്ന് ഇറങ്ങിപ്പോകാനൊക്കെ തുടങ്ങിയതാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം നായ്ക്കമ്പറമ്പിലച്ഛൻ വന്നു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞത്, നിനക്ക് ശുശ്രൂഷ ചെയ്യാനാ വരമെന്ന് പറഞ്ഞു. അപ്പോൾ ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നു, നമ്മൾ കേട്ടിട്ട് പോലും ഒട്ടും താല്പര്യവുമില്ല. പിന്നെ അവിടെ നിന്ന് മുങ്ങാൻ നോക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരാഴ്ചത്തെ താമസിച്ചുള്ള ധ്യാനം മുരിങ്ങൂർ പോയി കൂടാൻ പറഞ്ഞു. പിന്നെ അവിടെ നേരെ മുരിങ്ങൂർ ഹോസ്പിറ്റലിൽ, അന്ന് ഡിവൈൻ ഹോസ്പിറ്റലിൽ വാങ്ങിയ സമയം. അപ്പോൾ ആ ബാച്ചിൽ ഞാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് തിരിച്ച് വന്നെങ്കിലും കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ യേശുവിനെ ദർശിക്കുക, ഈശോയെ അനുഭവിക്കുക, അല്ലെ ഈശോയുടെ വചനങ്ങളിലെ ശക്തി തിരിച്ചറിയുക, ഇതൊക്കെ പ്രഘോഷണങ്ങളുണ്ടെങ്കിലും നമുക്കൊന്നും ബാധകമല്ല, അല്ലൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ പണ്ട് പള്ളത്ത് പാപ്പച്ചൻ ബ്രദർ പറഞ്ഞല്ലോ, കരിങ്കല്ല് വളരെ നല്ല സാധനമാണ്, 1000 കൊല്ലം വെള്ളത്തിൽ കിടന്നാലും പുറത്ത് വായിൽ പിടിക്കുന്നില്ല, അകത്തൊന്നും സംഭവിക്കില്ല.
സംഭവിക്കാൻ പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ വിവാഹം നടന്നു. വിവാഹത്തിന് അന്നൊരു ആക്സിഡൻറ്റ് പോലെ ഉണ്ടായിരുന്നു, ഒരു ജീപ്പ് ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ അതും ഒക്കെ ഒരു മനസ്സിനൊരു വിഷമം. പിന്നെയും ധ്യാനിക്കാൻ വിട്ടു. അപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ ധ്യാനത്തിന് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വഴിയിലിറങ്ങി നിന്ന ഒരു സിസ്റ്റർ എപ്പോഴും ഒരു ദൈവവചനം എഴുതി പോക്കറ്റിലിട്ട് തരിക, അത് വായിക്കുക, പഠിക്കുക, എന്നെ കാണുമ്പോൾ തിരിച്ചത് ചോദിക്കും. അപ്പോൾ സിസ്റ്ററിൻ്റെ ശല്യം കാരണം മഠത്തിൻ്റെ സ്റ്റോപ്പിൽ നിന്നുള്ള വണ്ടി കയറ്റം ഞാൻ നിർത്തി. അപ്പോൾ പിന്നെ ചോദിക്കും, നിന്നെ എന്നാടാ കാണാത്തത്? അപ്പോൾ അങ്ങനെ ഒരു മരിയോള എന്ന് പറയുന്ന CMCയിലെ ഒരു സിസ്റ്ററായിരുന്നു. ഇന്ന് ഞാൻ ഓർക്കുന്നത് അവർ ആ അമ്മ പഠിപ്പിച്ചു തന്ന വാക്കുകളെല്ലാം, ആ വചനങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഇപ്പം എന്നെ അനർത്ഥമായിട്ടുണ്ട്. അതൊരു ദൈവവിളിയുടെ വഴികളാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് അന്ന് കഴിഞ്ഞില്ല. പിന്നീട് IMSൽ ദമ്പതിധ്യാനം കൂടി ഞങ്ങൾ രണ്ടുപേരും പോയി. പ്രശാന്ത് അച്ഛനും ഒക്കെ ആയിട്ടൊരു ബന്ധം. പിന്നെ കുറ്റിക്കലച്ഛൻ്റെ ആകാശപ്രവളുടെ ശുശ്രൂഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. ഈ പ്രത്യേകിച്ച് ജോലി അല്ലെങ്കിൽ വരുമാനം, ബിസിനസ്സൊക്കെ നഷ്ടമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ കാലഘട്ടത്തിൽ തന്നെയാണോ കല്യാണമൊക്കെ കഴിക്കുന്നത്? അതെ, ആ സമയത്ത് ഞാൻ 2 വർഷം എറണാകുളത്ത് ഇതിനിടയ്ക്ക് പോയി ഒരു കമ്പനിയുടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്. അത് വലിയ കുഴപ്പമില്ലാതെ പോയി. അതും പെട്ടെന്ന് അങ്ങോട്ട് ആ കമ്പനി സൈഡിൽ നിന്ന് പോവുകയാണ്. മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും, എൻ്റെ ഫാദർ ഒരിക്കൽ ചോദിച്ചു പോലെ, കോളേജിൽ ചേർക്കാൻ ചെന്നപ്പോൾ പ്രിൻസിപ്പൽ അച്ഛൻ ചോദിക്കുക, നിങ്ങളുടെ മകൻ മര്യാദയ്ക്ക് പഠിക്കുകയാണെങ്കിൽ ഇവിടെ പഠിപ്പിക്കാം, ബസ് തടയാനും സമരം ചെയ്യാനാണ് മകൻ വീട്ടിലിരിക്കുന്നത്. ഇപ്പം ഇറങ്ങി വന്നപ്പോൾ എന്നോട് അച്ഛാതിനൊരു വല്ലാത്തൊരു വിഷമം, എന്തിനാണ് നിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അഡ്വാൻസ് ആയിട്ട് ഇങ്ങോട്ട് പറയാം. അപ്പോൾ എല്ലാവരും കാണുന്നവർക്ക്, ഇപ്പോൾ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണല്ലോ, ഒരാൾ വന്നിരുന്നു, ആളെ നമ്മൾ നോക്കി, പിന്നെ അയാളെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എഴുന്നേറ്റ് പോകാൻ നോക്കും. ചിലപ്പോൾ അയാൾ സംസാരം കൊണ്ടാകാം, അല്ല കാലിട്ട് ഉറപ്പില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രകൃതം അങ്ങനെ ആയിരുന്നു കുട്ടിക്കും. അവരുടെ കാണുന്നവർക്ക് അങ്ങനെ ഫീലിങ്സ് ഉണ്ടാകുന്ന ഒരു പ്രകൃതിയായിരുന്നു. അതുപോലെയായിരുന്നു അന്നത്തെ പരിപാടി. ഏത് കേസും പിടിക്കും, മരിച്ചിട വേളവും ആ തമാശയും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അച്ഛനെ പ്രത്യേകിച്ച് 10ാം ക്ലാസ് ഓവർ ഏജിൽ കാൻഡിഡേറ്റ് എന്ന് കാണുമ്പോൾ അറിയാം ഉഴപ്പനാന്നറിയാമല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞത്. സ്കൂളിൽ നിന്ന് ഡിസ്മിസ് അല്ല, അതൊരു പ്രത്യേക രീതിയിൽ അങ്ങോട്ട് പാക്ക് ചെയ്ത് വിട്ടതാണ്. അപ്പോൾ അന്നും ഇതുപോലെ ഫാദറിൻ്റെ കണ്ണ് നിറയുന്ന ഞാൻ കണ്ട. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എൻ്റെ മകൻ നന്നാകുന്നില്ലല്ലോ എന്ന് ഒരു സൈഡ് എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥനയും, ഞാൻ ഉറക്കത്തിൽ കണ്ണ് തുറന്നു നമ്മുടെ കട്ടിലിൻ്റെ സൈഡിൽ നിന്ന് കൊന്തയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ അമ്മയാണ് ധ്യാനത്തുമായിട്ട് ബന്ധപ്പെടുത്തി തന്നത്. പിന്നെ ഇങ്ങനെ ഈ ധ്യാനിച്ച് അവസാനം നമ്മൾ വേറൊരു ധ്യാനത്തിലേക്ക് പോകും. 18 ധ്യാനം കൂടി ചുരുങ്ങിയ കാലം കൊണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ 18 ധ്യാനം കൂടിയിട്ടും പാട്ടുകളൊക്കെ നമ്മൾ പാട്ട് പഠിച്ചു. എല്ലാ പാട്ടുകളും സിയോൻ യാത്ര ചെയ്തിൽ അക്കരയ്ക്ക് യാത്ര ചെയ്യും, സിയോൻ സഞ്ചാരം. അകത്ത് മാറ്റം വരണമല്ലോ, വന്നാലല്ലേ വരുള്ളൂ. പിന്നെ കണ്ടിട്ടുണ്ട് ഡിവൈന് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു തളർന്നിടുന്ന ഒരാളുടെ കാലിൽ നൂരുന്ന് കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു സ്നേഹിതൻ്റെ ബെൽറ്റ് അടിച്ച് നായിക്കമ്പറം വിളിച്ചും പേര് എഴുതി സ്റ്റേജൊക്കെ കയറ്റുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അത്ഭുതങ്ങൾ നമ്മളെ ബാധിക്കുന്നതല്ലോ. പിന്നെ അതിനെപ്പറ്റി ഒരു അന്വേഷണം നമുക്കുണ്ട്. ഇപ്പോൾ ഈ ധ്യാനങ്ങൾ കൂടുമ്പോഴും ധ്യാന പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും എല്ലാം എൻ്റെ മനസ്സിലൊക്കെ എപ്പോഴും കൂടുതൽ പതിഞ്ഞൊരു പാട്ട് ഈശ്വരനെ തേടി ഞാൻ നടന്നു. ആബലച്ചൻ്റെ ആ പാട്ട് അത് ഞാൻ പല പ്രാവശ്യം പാടിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാനം പറയുന്ന എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, ഹൃദയമാണ് ഈശ്വരൻ്റെ വാസസ്ഥലം, സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം. ഇത് ദൈവവചനങ്ങളിൽ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പക്ഷെ മനസ്സിലായിട്ടില്ല. പല കാര്യങ്ങളും മനസ്സിലായല്ലോ. അപ്പോൾ പിന്നെ അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിൽ വരുന്നത്, ഞാനൊരു കൊച്ചു വീട് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വാടകയ്ക്കൊരു വീട്ടിൽ താമസിച്ചു. ഞാനും ഭാര്യയും 2 കുട്ടികളുണ്ട്. ആ സമയത്ത് ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ഒന്നുകൂടെ സജീവമാകേണ്ടി വന്നു. ആ സമയത്ത് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ഞങ്ങളുടെ വീടല്ല, ഞങ്ങളുടെ വീടിന് 2 വീട് ഒരുമിച്ചൊക്കെ തന്നെ. അങ്ങനെ വീട്ടിൽ വെച്ച് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്താൻ നമ്മുടെ പള്ളിയിൽ നിന്നൊക്കെ സമ്മതിക്കുമായിരുന്നു. പള്ളിയിൽ നിന്ന് പൊതുവേ ഞങ്ങളൊക്കെ ധ്യാനം കൂടിയ സമയം ഞാൻ ബൈബിൾ കടലാസിൽ പൊതിഞ്ഞുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. കാരണം പിന്നെ അതുപോലെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ആളുകൾ വന്നാൽ ചെരുപ്പിൻ്റെ എണ്ണം നോക്കാൻ ആളെ വിടുമായിരുന്നു, എത്ര പേരുണ്ട്, ഇതെന്നാ പരിപാടി. സഭയ്ക്ക് എന്നും അതൊരു കാരണം അങ്ങനെ, അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ തന്നെ ധ്യാനിച്ച ചില പ്രശ്നങ്ങളുണ്ടല്ലോ. നമ്മളെപ്പോഴും പള്ളിയും അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇച്ചിരി സ്വാതന്ത്ര്യം ഇതിനകത്ത് ആഗ്രഹിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മൾ ധ്യാനകേന്ദ്രം നടത്താനുള്ള വിളിയല്ല. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരെ ഡിവൈനിൽ നിന്നൊക്കെ ആളുകൾ വരികയും IMSൽ നിന്ന് വരികയൊക്കെ ചെയ്ത് നമ്മുടെ, പക്ഷെ അതൊക്കെ ഒരു സഭയോട് ചേർന്നിട്ടുള്ളൊരു പരിപാടി അല്ലാന്ന് മനസ്സിലായി. പിന്നീട് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക സാങ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഒരു ആത്മീയ സ്പിരിച്വൽ ഡയറക്ടർ കവികുന്ന് പള്ളി അന്നത്തെ വികാരി ജോർജ്
അച്ഛൻ വയലിപ്പറമ്പിൽ അച്ഛനോട് അച്ഛൻ്റെയൊക്കെ ഒരു സാന്നിധ്യവും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കവികുന്ന പള്ളിയിൽ നിന്ന് എതിരാണെങ്കിൽ ഇളന്തോട്ടം പള്ളിയിലേക്ക് പോകും. ഇളന്തോട്ടം പള്ളിയാണ് മുണ്ടാകൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പള്ളികളും അച്ഛന്മാരും ഉള്ളതുകൊണ്ട് ആരെങ്കിലും ഒരു കരിസ്മാറ്റിക്കിന് സപ്പോർട്ടുള്ള അച്ഛന്മാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ ഞങ്ങൾ ഇത് ഇരുന്ന് 3 ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു ധ്യാനത്തിന് ഉപവാസം നിന്നിട്ടില്ല കേട്ടോ. എനിക്ക് വിശക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും. അപ്പോൾ അതിന് ബിസ്ക്കറ്റ് ഒരെണ്ണം അതിനകത്ത് കാണും. അപ്പോൾ അതുമായിട്ട് എവിടെയെങ്കിലും പോയി ഒന്ന് ഒടിച്ച് 4 കഷ്ണം ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ടൊക്കെ ജീവനൊക്കെ ആയിട്ട് നടക്കും. പക്ഷെ ഇതിനകത്ത് പെട്ടുപോയി. ഇപ്പോൾ ഇതിനകത്ത് അമ്മച്ചിയുടെ ഒരു കമ്പലിങ്ങും ഉണ്ട് കുറച്ച്, വൈഫുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇത് ചെയ്യണം. അല്ല ഇപ്പോൾ 60 പേരുണ്ടെന്നാ വീട്ടിലെ 60 പേരോളം തപസ്സിരിക്കുകയാണ്. പ്രാർത്ഥനയാണ് ഇത്, വെറുതെ പ്രാർത്ഥന. പിന്നെ വെള്ളം വേണമെങ്കിൽ അത്യാവശ്യം കുടിക്കാം. ഞാൻ ഫസ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഇരുന്ന ആൾ എഴുന്നേറ്റ് പോയി, എന്നെക്കൊണ്ട് പറ്റിയാലെന്ന് പറഞ്ഞു. നമുക്ക് പ്രലോഭനങ്ങളായി. പിന്നെ അടുത്ത വീട്ടിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ സഹിക്കാൻ മേലാതെ വരും. പക്ഷെ ഞാൻ ഒരു തരത്തിൽ അത് തികച്ച് 3 ആക്കുമ്പം അന്ന് ബ്രദർ ജോസ് വാഴക്കാലെന്ന് പറയുന്ന ആളാണ് ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ലീഡർഷിപ്പൊക്കെ തരും. അദ്ദേഹം പറഞ്ഞു ബൈബിൾ എടുത്തിട്ട് സന്തോഷിന് കിട്ടുന്നൊരു വചനം ഇവിടെ പ്രസൻറ്റ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു അത് മാത്രം പറ്റിയില്ല, നാടകം കളിക്കാം, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറയാം, പക്ഷേ ബൈബിളിലെ വചനം പറയാനൊന്നും എനിക്കറിയത്തില്ല ബ്രദറെന്ന്. അതിൽ പരിശുദ്ധാത്മാവിനുള്ള കൃപ തരും എന്ന് പറഞ്ഞു. ഞാൻ മടിച്ചാണെങ്കിലും അന്നൊരു കുറേ ജാതിത്തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ പോയിരുന്ന് നമുക്ക് നല്ല സേഫായിട്ട് ഇരുന്നേ ഒരു സ്ഥലത്തിരുന്ന് വായിക്കാം, ധ്യാനിക്കാം. ഒരു പ്രത്യേകതരം ഒരു നല്ലൊരു അനുഗ്രഹമായിരുന്നു ആ ദിവസം. അപ്പോൾ ഞാനെടുത്ത് തുറന്ന് നമുക്കിട്ട് തല്ല് കിട്ടുന്ന രീതിയിലുള്ള വചനമാണ് യെശയ്യാപ്രവചനം 58. എൻ്റെ തലക്കെട്ട് യഥാർത്ഥ ഉപവാസം. ഇതിനെയാണോ നിങ്ങൾ ഉപവാസം എന്ന് വിളിക്കുക? ആ തുടക്കം എങ്ങനെയാണെന്നറിയോ? ആവുന്നത്ര ഉച്ചത്തിൽ അവരോട് പോയി പറയുക. ഇതാരാ പറഞ്ഞെന്നറിയോ? പിതാവായ ദൈവം യേശയ്യായോടാ പറഞ്ഞു, നീ അവരോട് പോയി ആവുന്നത്ര, ഇതിനല്ല നിങ്ങൾ ഇത് ഉപവാസം, ഇതല്ല ഉപവാസം. അപ്പം നിങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നില്ല. ചാക്കുടുക്കുന്നതോ ചാരം വിതറുന്നതോ ഞാങ്ങണ പോലെ തല വളച്ച് നിലത്ത് മുട്ടിക്കുന്നതോ അല്ല ഉപവാസം. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ധ്യാന ഗുരുവിനോട് വരെ ഇത് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം അങ്ങനെ വരുന്നുണ്ട് ചില സമയത്ത്. എന്നാന്ന് വെച്ചാൽ അതിനെ തൊട്ട് താഴെ എഴുതി വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്നതും, നഗ്നനെ ഉടുപ്പിക്കുന്നതും, ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുന്നതും, സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുന്നതും, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുന്നതും, നുകത്തിൻ്റെ കയറുകൾ അഴിക്കുന്നതുമല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. അപ്പോൾ പിന്നെ ഇത്രയും 3 ദിവസം ഇരുന്ന് വെറുതെ ആയിപ്പോയില്ലേ എന്ന് വെച്ചിരിക്കേണ്ടെന്നല്ല. നിങ്ങൾ മുഷ്ടി ഉരുട്ടുന്നതിനും ദുർഭാഷണം നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപവസിക്കുന്നതെന്ന് പിതാവായ ദൈവം ഹോളി ഫാദർ നേരിട്ട് യെശയ്യായോട് ഷൗട്ട് ചെയ്ത് പറയാനാണ് പറഞ്ഞത്. ആവുന്നത്ര പതുക്കെ ചെന്ന് പറയാനല്ല, ഗർജിക്കാനാവും. എന്നിട്ട് പറഞ്ഞത് ഞാനത് പറഞ്ഞു. നമ്മളിതല്ല ചെയ്യേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ചെയ്യേണ്ടത് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കണം, നഗ്നനെ ഉടുപ്പിക്കണം. വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവരൊക്കെ, ഇപ്പോൾ ചേട്ടൻ സ്ഥലം വിറ്റ് ബ്ലേഡ് നടത്തി മുടിഞ്ഞു പോയെന്നിരിക്കട്ടെ, വീട്ടിലോട്ട് കയറി വരിക, ഇവിടെ പ്രവേശനമില്ല, അവർ പോയി ആത്മഹത്യ ചെയ്യുന്ന കഥകൾ എന്തേരം ഉണ്ട്. അപ്പോൾ ഒരു വിശ്വാസി എന്നെങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? ഇപ്പോൾ ഈ കാലഘട്ടത്തിന് തന്നെ വലിയൊരു ചലഞ്ച് പല സ്ഥലത്തും ഡിബേറ്റിനും ഒക്കെ ചെല്ലുമ്പോൾ പറയാറുണ്ട്, സഭയിൽ ക്രിസ്തുവിനെ ആകർഷിക്കാൻ ഇപ്പോൾ കഴിയാത്തത് എന്തുകൊണ്ട്? അത് നിസ്സാരമായ കാര്യം, ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. ഒരു സഭാവിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവനാണെങ്കിൽ അവൻ അങ്ങനെ ക്രിസ്ത്യാനിയാവും. ജീവിതത്തിലൊരു പ്രതിസന്ധി വരുന്നു, ഒരാളെ വഴിയിലിട്ട് ഒരുതും തല്ലുന്നു, കണ്ടു കഴിയുമ്പോൾ തന്നെ അത് എൻ്റെ ജോലിയല്ല, പോലീസ് വരട്ടെ എന്ന് പറയുന്നതല്ല ക്രിസ്ത്യാനി. ഒരാൾ വിശക്കുന്നു എന്ന് പറയുമ്പോൾ നീ പോയി വേറെ പണി നോക്ക്, എനിക്ക് കുളിരുന്നു എന്ന് പറയുമ്പോൾ നീ പോയി തീ കായാൻ പറയുന്നതല്ല, നിന്റെ പുറം കുപ്പായം അഴിച്ചു കൊടുക്കാനാണ് ഈശോ പറഞ്ഞത് അല്ലേ? അപ്പോൾ അവിടെയാണ് ഈ ആകർഷണം കുറഞ്ഞു പോയത്. പുറം കുപ്പായം നമ്മുടെ പെട്ടിക്കകത്തുണ്ട്, കൊടുക്കുകയല്ല. അതിന് കാരണം പറയും, ഈ ചെയ്യുന്നവനെ കുറ്റം പറയും, ചോദിക്കുന്നവനെ കുറ്റം പറയും. എന്തിനാണെന്നറിയോ? മരിച്ചു കഴിയുമ്പം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം സ്വർഗ്ഗ കവാടത്തിൻ്റെ വാതുക്കൽ പത്രോസ്ലിയ നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വാസം അതാണ്. വിശക്കുന്നതിന് ആഹാരം കൊടുത്തോ, നഗ്നനെ ഉടുപ്പിച്ചോ, കാരാഗ്രഹത്തിൽ കിടന്നു, ഇതാണ് നമ്മുടെ ഈ വേണ്ടത്. സ്ഥലത്തിൻ്റെ ആധാരമല്ല, ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കടലാസും അല്ല വേണ്ട, 1000 പേരെ നോക്കി എന്നുള്ളതല്ല. ഒരു ക്രിസ്ത്യാനിയായി അങ്ങനെ ജീവിച്ചു. ഒടുവിൽ ആ ധ്യാനം, ആ ഉപവാസ പ്രാർത്ഥന എങ്ങനെ സമാപിച്ചു? അവസാനം ഞങ്ങൾ തീരുമാനിച്ചതേ ഉള്ളൂ, നമ്മളേതായാലും 60 പേര് ഭക്ഷണമില്ലാതെ 3 ദിവസം ഇരുന്ന പൈസ ബാക്കിയാണ്, ഇത് ദാനം ചെയ്യണം. ഇതെങ്കിലും അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറ്റിക്കലച്ഛനെ ഒന്ന് ഫോളോ ചെയ്തേക്കാന്ന് വെച്ചു. അച്ഛൻ്റെ രീതിയിൽ പാലായിലെ ഭിക്ഷാടകരെല്ലാവരെയും കൊണ്ടുവന്നിട്ട് ഒരു സ്നേഹസംഗമം. അപ്പം അങ്ങനെ അതെവിടെ വെച്ച് നടത്തി? ആ വീട്ടിൽ തന്നെ. അതൊരു വലിയ വീടാണ്. അതിന് ലോറി, 2 വലിയ 12 SC ലോറി കിടന്ന ഷെഡുണ്ട്, ഒരു വലിയ പശുത്തൊഴുത്തുണ്ട്, പിന്നെ ഒരു അല്ലാത്തൊരു റബ്ബർ ഉണങ്ങുന്ന ഒരു പുകപ്പര ഉണ്ടായിരുന്നു,
പിന്നെ വലിയൊരു പഴയ തറവാടാണ്. അപ്പോൾ എല്ലാ സംവിധാനവും ഗ്രൗണ്ടും എല്ലാം ഉണ്ട്. പക്ഷെ അവരൊരു അതിനൊക്കെ അനുവാദം തന്നു. ഞങ്ങളവിടെ ആ ലോറി ഷെഡിലായിരുന്നു ഭിക്ഷാടകരുടെ കൂട്ടായ്മ. അതിന് ഒത്തിരി കഥയുണ്ട്. അതിന് ഭിക്ഷക്കാർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ വിളിച്ചിട്ട് ഒന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. വേറെ വിളിച്ചാൽ അവർ വരികയില്ല. അവർ വരുന്ന സ്ഥലമുണ്ട്. മരിച്ചടക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു സംഘം കാണും. അവർക്കറിയാം ഇത്ര രൂപ ആവശ്യം കിട്ടുമെന്ന്. അത് ചിലപ്പോൾ 2 പ്രാവശ്യം ചിലപ്പോൾ മേടിക്കും. ആൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു നേച്ചർ അതാ. പിന്നെ താമസിപ്പിക്കാനുള്ള സൗകര്യം കൊടുത്താൽ താമസിക്കില്ല. കാരണം അവരുടെ രീതിയിൽ അതുകൊണ്ടാണ് കുറ്റിക്കിളച്ചൻ അവർ ആകാശപ്പറവകൾ അവരിങ്ങനെ പറന്ന് നടക്കുന്നത് ഇഷ്ടം. ഇവിടെ പോലീസ് പിടിക്കാൻ അവർ അടുത്ത സിറ്റിയിലേക്ക് പോകും. അപ്പോൾ അവരോട് ചെന്ന് ഞാൻ വേറൊരു ബ്രദറും കൂടെ ചെന്നിട്ട് ഞങ്ങൾ നാളെ ശനിയാഴ്ചയാണ്, നിങ്ങൾ രാവിലെ മുതൽ വരണം, ഞങ്ങളുടെ ഒരു പ്രാർത്ഥന അവസാനിക്കുക, നിങ്ങൾ വരണം. പ്രാർത്ഥനയ്ക്കൊന്നും ഞങ്ങൾ വരാൻ പറ്റില്ല ഉള്ള കാര്യം. പിന്നെ വേറൊരാൾ പലരോട് ചോദിച്ച് മനസ്സും എടുത്ത് ഇതൊന്നും ഇവർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് വേണം സ്വർഗത്തിൽ പോകാൻ. അല്ല, ഇവരെ നമ്മൾ ഒരു രീതി ചിന്തിച്ചാൽ ഭിക്ഷക്കാർ, തിണ്ടികൾ അല്ലേ, അവനെയൊക്കെ വീട്ടിൽ കയറ്റി കിടത്തുകയും അവനെ മുറ്റത്ത് കയറ്റാനോ പുള്ളികളൊന്നും ഇപ്പോൾ മനസ്സിലായില്ല എന്നുള്ള രീതിയാണ് നമുക്ക് ആ റിയാക്ഷൻ അവൻ്റെ കൊണ്ടുണ്ടാകുന്നത്. പിന്നെ തിരിച്ചു വന്നിരുന്ന് ഒന്നുകൂടെ പ്രാർത്ഥിച്ച് കുറേ നേരം ഇരുന്ന് ചിന്തിച്ച് ഇത്രയും ഭക്ഷണം ഉണ്ടാക്കുന്ന വേസ്റ്റും കൂടെ ആവും. അവരെ അതിവിശിഷ്ടരായ വ്യക്തികളായിട്ട് കാണണം. അതിവിശിഷ്ടരായ ആകാശപ്പറവുകൾ അല്ലെങ്കിൽ ഭിക്ഷാടകർ, അവരെ മനുഷ്യരായിട്ട് കാണുക. അല്ലെങ്കിൽ കുറച്ചുകൂടി അപ്പുറത്തെ ഡിഗ്രി എന്ന് വെച്ചാൽ ഇവരിൽ ക്രിസ്തു അതാണ്. അവിടെ വന്നപ്പോൾ ഫ്രാൻസിസ് അസീസിയൊക്കെ അത് തന്നെ ഒരു സിസ്റ്റർ ലിയോബയാണ് പഠിപ്പിച്ചത്. ഫ്രാൻസിഷ്യൻ സഭയിലെ സിസ്റ്ററാണ്, ഫ്രാൻസിസ് FCCയാണ്. അവരൊക്കെ ഇടപെടൽ എന്നൊക്കെ പറഞ്ഞാൽ ഫ്രാൻസിസ് അസീസിയെ നമ്മൾ കൂടുതൽ എടുക്കാനും മനസ്സിലാക്കാനും കുറ്റിക്കിളച്ചൻ്റെ ഇതിലുമൊക്കെ സാധിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ചിട്ട് തിരിച്ച് കുതിരപ്പുറത്ത് കയറി നോക്കുമ്പോൾ പിന്നെ കാണുന്നത് ഈശോയാണ് കാണുന്നത്. പിന്നെ അടുത്ത കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ചെയ്തത് സ്വന്തം വസ്ത്രം ഊരി കുഷ്ഠരോഗിക്ക് കൊടുത്തിട്ട് കുഷ്ഠരോഗിയുടെ വസ്ത്രം എടുത്തിടുന്നത്. ഇത് സാധാരണക്കാരനല്ല, ആ സിറ്റിയിലെ ഏറ്റവും ധനവാനായ ഒരാളുടെ മകൻ, പട്ട് വസ്ത്ര വ്യാപാരിയായ കോടീശ്വരനായ മനുഷ്യനായി ചെയ്തത്. അതുകൊണ്ട് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ടായി. അങ്ങനെയാണല്ലോ രണ്ടാമത് ക്രിസ്തുവായിട്ട് മാറുന്നതും സെക്കൻഡ് ഒരു വിപ്ലവം തന്നെ സഭയിലുണ്ടായതും. അത് മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാത്തിനിടയ്ക്കാണ് ഒരു ഇവരെ കൊണ്ടുവന്നു. കൊണ്ടുവരാൻ പെട്ട പാടെന്ന് പറഞ്ഞാൽ രാത്രി ഞാൻ വീണ്ടും ചെന്ന് ഒരു ഭിക്ഷാടകനായൊരു മനുഷ്യൻ്റെ അടുത്ത് പോയി ഇരുന്നു. അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അവരുടെ അടുത്തിരുന്ന് അവരുടെ ഭക്ഷണം കഴിക്കണം, അവരോട് സംസാരിക്കണം, അവരെ കെട്ടിപ്പിടിക്കണം, അവർക്ക് ചെണ്ട് കൊടുത്ത് മാല ഇട്ടൊക്കെയാണ് അച്ഛൻ്റെയൊക്കെ ഒരു രീതി. അത്രയൊന്നും നമുക്ക് പറ്റിയല്ല. എന്നാലും ഒരാളോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ നീ എത്ര നോക്കിയാൽ ആരും വരിക, നാളെ ശനിയാഴ്ചയാണ് പാലാങ്ങാടിയിലെ ഭിക്ഷാടനം. 1 രൂപ വെച്ച് എല്ലാ കടലും കിട്ടും. ചിലർ കൊണ്ട കൊടുക്കും സ്നേഹത്തോടെ, വേറെ ഇങ്ങനെ ഒറ്റ ഞോണ്ടാണ് താഴെ നിർത്തുകൊണ്ട് പോകാം. മേശയുടെ അറ്റത്തുണ്ട്, വന്നു എടുത്തോളാൻ പറയാം. അത്രയേ ഉള്ളൂ പരിപാടി. പക്ഷെ എന്നിരുന്നാലും ഇതെല്ലാം കൂടെ കളക്ട് ചെയ്യുക 250 രൂപയാണ്. അപ്പോൾ ഒരു വർഷം എത്രയായി? ഇതെല്ലാം ഡെപ്പോസിറ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ട് പിള്ളേരെ പഠിപ്പിക്കുന്ന ആളുകൾ എനിക്കറിയാം. പിന്നീട് മനസ്സിലാക്കിയതാണ് ഇത് മുഴുവൻ കള്ളു കുടിച്ച് വഴി കിടക്കുന്നവനുണ്ട്. അപ്പോൾ ഇവർ വരണമെങ്കിൽ ഇവർക്ക് നഷ്ടമാകുന്ന ഈ പൈസ കൊടുത്താൽ വരും. സ്വർഗരാജ്യം ആർക്കുള്ളതാണ്? ബലവാന്മാർക്കുള്ളത്. അത് ബലപ്രയോഗത്തിന് കാരണമാണ് എന്നാണ് വചനം അല്ലേ. ഈ ബലമായിട്ട് ഇവരെ കയറ്റിക്കൊണ്ട് പോയാൽ പ്രശ്നമാണ്. പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ വരുമല്ലോ. ഞാൻ പറയാം, അമ്മാവൻ്റെ കാര്യം 4 പേരെ സംഘടിപ്പിക്കും, 1000 രൂപയുടെ പ്രശ്നമേ ഉള്ളൂ, ഞാൻ രാവിലെ വണ്ടിയായിട്ട് വന്നേക്കാന്ന് പുള്ളി റെഡിയാണെന്ന് പറഞ്ഞു. രാവിലെ വന്നപ്പോൾ സംഭവം എന്നാന്നറിയോ, ഒരു 60-70 പേരുണ്ട്. ഇത് കാട്ട് അല്ല, വഴി നിൽക്കുക. ഏതാണ്ട് ഒരു കോൾ എത്തിയിട്ടുണ്ട്, 250 രൂപ വെച്ച് കിട്ടുമെന്നല്ല. പിന്നെ പറയാം, മരിച്ചടക്കിന് 10 ഉള്ളൂ. അപ്പോൾ പോന്നേക്കാന്നായി. പിന്നെ 4 ജീപ്പിന് 4 പ്രാവശ്യം ഷട്ടിലടിച്ച്. ഇപ്പോൾ നേരം വിളിക്കുന്നതിനൊന്നും ഇവരെ എത്തിക്കണം, അല്ല നാട്ടുകാർ കണ്ടാൽ കളിയാക്കുമല്ലോ. അങ്ങനെ ഒരു പേടിയുണ്ട്. ഞാൻ പിന്നെ സ്കൂട്ടറിൻ്റെ പുറകിൽ 2 പേരെയൊക്കെ കയറ്റി അഡ്ജസ്റ്റ് ചെയ്ത്. ഇവരെല്ലാം സ്കൂൾ ബാഗും പടിയായിട്ട് വരുന്നവരെ ഇവരുടെ വരവേ. പിള്ളേർ സ്കൂളിൽ പോയല്ലേ എന്ന് പറഞ്ഞവർ, അവർക്ക് എല്ലാവർക്കും സഞ്ചിയുണ്ട്. ഇതെല്ലാം ഭയങ്കര മണമാണ്. വണ്ടിക്കകത്തിരിക്കാനും ഇതെല്ലാം സൈഡിൽ കൂട്ടി ഇവരെല്ലാം കയറ്റിയിരുത്തി. കുറേ പേരുടെ മുടി വെട്ടി, കുറച്ച് പേർക്ക് കുളിപ്പിച്ചു. ചിലർ കുളിക്കാൻ തയ്യാറല്ല. താടി വെട്ടാൻ നേരം ഒരാൾ ചോദിച്ചു, എൻ്റെ താടി നീ വെട്ടി നാളെ നീ എനിക്ക് ചിലവിന് തരുമോ? ഈ സാധനം വേണമല്ലോ, വീട്ടിൽ ചെന്നാൽ 10 രൂപ കിട്ടണമല്ലേ. ഈ ഷേപ്പിൽ ചെന്നാലും തരുമോ? വിശക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കിട്ടിയല്ല. നീ ഇപ്പോൾ വല്ല ജോലിയും ചെയ്യാൻ പറയും. ക്യാൻസർ ആണോ, ഇനി ട്യൂമറാണോ, നിവൃത്തിയില്ലാത്ത, അതൊന്നും ആരും നോക്കത്തില്ലല്ലോ. അപ്പം അതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ മണം വേണം അല്ലേ, താടി വേണം, വടി വേണം. ഇതൊക്കെയാണ് ഒരു ഭിക്ഷാടകൻ്റെ. അങ്ങനെ ഇത്രയും പേരെ നമ്മൾ വീട്ടിൽ കൊണ്ട് അവരെല്ലാം ക്ലീൻ ചെയ്താൽ. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, മറ്റൊരാൾ അവസാനം പിന്നെ ഇവർക്ക് ഭക്ഷണം കൊടുത്തു, ഒരുമിച്ച് കഴിച്ചു, പാട്ടുകൾ പാടി, നല്ല രസമായിട്ട് ഇതെല്ലാം കഴിഞ്ഞെങ്കിലും ഇതിൻ്റെ അവസാനം സമയത്ത് ഇപ്പോൾ തൃശ്ശൂർ താമസിക്കുന്ന ഒരാളുണ്ട്, സണ്ണിച്ചൻ എന്ന് പറയും, മൂലമറ്റംകാരനാണ്, FBI സണ്ണി ജോസഫ്. പുള്ളി
ഉണ്ടായിരുന്നു അതിനകത്ത്. പുള്ളി എന്നോട് വന്നിട്ട് ചോദിച്ചു, മോനെ എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? അവർ വളരെ ഗംഭീരം. 60 അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഭിക്ഷക്കാർക്ക് ഭക്ഷണം കൊടുത്തു 3 നേരം. അവരെല്ലാം വന്നു. ഇതിലും വലിയൊരു ആനന്ദമുണ്ടോ? അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത്, അവരിൽ വസിക്കുന്ന ക്രിസ്തുവിനെ നിനക്ക് കാണാൻ കഴിഞ്ഞോ? നിന്നിൽ വസിക്കുന്ന ക്രിസ്തുവിനെ അവർക്ക് മനസ്സിലായോ? ഇതില്ലെങ്കിൽ ഈ ചെയ്തതൊക്കെ വെറുതെയാന്ന്. അപ്പോൾ അത് ഇപ്പോൾ ഒരു കൊനഷ്ടപ്പെടുത്തി ചോദ്യം. അതിനെങ്ങനെ മറുപടി പറയുന്നത്? അതിൽ പലരും കുളിക്കാത്തവരുണ്ട്. പോയ അന്നേരം പോയിട്ട് തണ്ടാൻ പോകണം, ഈ 3:30 നിർത്താവെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇവിടെ എങ്ങനെ ഒരു മനസ്സിലാക്കലുണ്ടായോന്ന് അറിയത്തില്ല. പറഞ്ഞു വന്ന അവസാനം അതിനൊരു ഒരു ചെറിയ പ്രശ്നമുണ്ട്. നീ ഈ വന്ന എല്ലാവരുടെയും പാദങ്ങൾ ചുംബിക്കണം. ഈശോ ആയിട്ട് അവരെ കാണണം. ആലോചിച്ച് നോക്കിയപ്പോഴത്തേനും കുളിക്കാത്തവർ, മാനസിക രോഗികൾ, കുഷ്ഠരോഗി വരെ ഉണ്ട്. ചൊറിയും ചിറങ്ങൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ സണ്ണിച്ച അവിടം വരെ വേണ്ട, അത്രയും വേണ്ട, അത്രയും സ്വർഗത്തിലേക്ക് പോകാൻ ഉദ്ദേശമില്ല, ഇത്രയും മതിയെന്ന് പറഞ്ഞു. പുള്ളി അങ്ങ് പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി. നമുക്ക് അറിയാമല്ലോ, ഒരാൾ, എൻ്റെ അമ്മ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം എനിക്ക് കിട്ടി, മനുഷ്യരെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ പോലെ സണ്ണിച്ചൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു വികാരം പോലെ തോന്നി, കരച്ചിൽ വരുന്ന പോലെ തോന്നി. എന്താണോ എനിക്കതിനും ചെയ്യണമെന്ന് തോന്നി. എല്ലാവരെയും വട്ടത്തിൽ ആ ലോറി ഷെഡിൻ്റെ അകത്ത് നിർത്തിയിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു പാട്ടൊക്കെ പാടി എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോളം പറഞ്ഞിട്ട് ഞാൻ പതുക്കെ, ആരും കാണാതെ, ഒരാളുടെ കാലിലേക്ക് നോക്കുമ്പോൾ ആ വിരലുകളിൽ കുഷ്ഠത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കൈ ഇങ്ങനെ ആയിരിക്കുന്ന വിരലൊക്കെ. അതേലും ഏതായാലും പറ്റിയല്ലോ, ഇത് ചതിവായല്ലോ, ഇയാൾക്ക് എന്താ ഇത്രയും എന്നോട് ഈ സണ്ണിച്ചനെ വൈരാഗ്യം. അതെ അതെ. ഞാനത് മുട്ടുകുത്തി നിന്നിട്ട് പതുക്കെ കാല് കൊണ്ട് ഈ മൂക്ക് കൊണ്ട് മുട്ടിച്ചിട്ട് തിരിച്ചപ്പോൾ പറഞ്ഞു, ഈ കാലുകൾ യേശു ക്രിസ്തുവിൻ്റെ ആണെന്ന്. പെട്ടെന്ന് അതൊരു ഞടുക്കമായിട്ട് തോന്നുകയും, പറയുന്നു സണ്ണിച്ചൻ എന്നെ കൂടെ, ഞാൻ കുനിയുന്ന കൂടെ കുനിയുവാണല്ലോ, ഏത് ഇതെ കെട്ടിപ്പിടിക്കാനാണ് പറയുന്നത്, ഈശോയുടെ കാലാന്ന് പറഞ്ഞു. ഞാൻ കെട്ടിങ്ങ് പിടിച്ചു. കെട്ടിപ്പിടിച്ച മാത്രമല്ല, സംഭവിച്ചതെന്ന് വെച്ചാൽ അയാളുടെ ഈ കൈയുടെ ഇതിട്ട് എന്നെ കഷത്തിൽ അങ്ങ് പൊക്കിയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പുള്ളി പറഞ്ഞ ഡയലോഗാണ്, ആണ്ടവർ യേശുവെ സോദരിപ്പൻ എന്നോട്. പിന്നെ പിന്നത്തെ പിടുത്തം എന്ന് പറഞ്ഞാൽ ഈ ബലത്തിൽ പിടിച്ച് ഞാൻ താഴെ വീണു. ഞാനും ഇയാളും താഴെ വീണിട്ട് അയാൾ എന്നെ പിടിവിട്ടില്ല. ഇവിടെ നിന്നൊരു മണം വന്നിട്ടുണ്ടല്ലോ, സഹിക്കല്ലേ, ഈ സൈഡിൽ നിന്നുള്ള ഈ മുടിയെല്ലാം കൂടെ കുളിക്കാതിരുന്നിട്ടേ. പക്ഷെ എനിക്ക് അന്നേരം മുതൽ ആ അറപ്പ് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. സത്യമായിട്ടും അതൊരു, അയാൾ ജീസസ് ക്രൈസ്റ്റ് ആണ് അല്ലേ, അത് അയാൾ എന്നെ വിളിച്ച ഈശോ എന്നാ, ഞാൻ വിളിച്ച അയാളെ ഈശോ എന്ന്. ഇനി ഞങ്ങളെ രണ്ടുപേരെയും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും സഹായം ചെയ്യുന്ന വരുന്ന ആളെ ഞാൻ ഈശോ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ത്രിത്വം, ഹോളി ട്രിനിറ്റിയുടെ ഒരു ചെറിയ ഒരു മാതൃകയായി. ഇതാണ് വാസ്തവത്തിൽ മരിയസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ശിലയായിട്ട് വന്നത്. ആ പ്രോഗ്രാം കഴിഞ്ഞ് എല്ലാവരും പോയി. പിന്നെയും അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പൈസ വേണോ? കുറച്ച് പേർക്കാരും തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു പൈസ പോലും വേണ്ട. വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർ പോയപ്പോൾ കുറച്ച് ഫുഡെല്ലാം പൊതിഞ്ഞ് കിട്ടി കൊടുത്തു. ഇനിയുള്ളപ്പോൾ വിളിക്കണം വരാമെന്നുമായി. പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് അത് അത്രയും നടത്താനുള്ള പൈസയൊന്നുമില്ല. ഒരു പിന്നത്തെ പ്രാവശ്യങ്ങൾ എല്ലാ മാസവും ഞങ്ങളിങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നു ഇതിന് വേണ്ടിയിട്ട് കർത്താവ് ഇത് മരിയസ്ഥാനം തുടങ്ങാൻ വേണ്ടി തന്നൊരു പ്രോഗ്രാം. അതൊരു 5-6 പ്രാവശ്യത്തിൽ കൂടുതൽ നടത്തിയിട്ടില്ല. അപ്പോഴേക്കും അതിലൊരാൾ എന്നോട് പറയാണ്, എല്ലാ ദിവസവും ചുമ്മാ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വെറുതെ വഴിയിലോട്ട് വിടുമല്ലേ, അവിടെ അത്രയും സ്ഥലമില്ലേ, കിടക്കാൻ സ്ഥലം തരാമെന്നുണ്ടെങ്കിൽ അവരെല്ലാം വരികയെന്ന് പറയും. കാരണം പുള്ളി ഡയബറ്റിക്കാണ്, ഹൈ ഡയബറ്റിക്കും മാനസിക രോഗിയും കൂടെയാണ്. അപ്പോൾ എന്തായാലും തെണ്ടി കൊണ്ടുവന്ന് തലവണക്കിടെ വെച്ച് ആമ്പിളർ കൊണ്ടുപോകും. പിറ്റേ ദിവസം രാവിലെ നോക്കും കാണിയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാൻ ചേട്ടാന്ന് പറഞ്ഞു. അന്നേരം രണ്ടാമത്തെ കുട്ടി ഉണ്ടായി. അപ്പോൾ ഞാൻ മിനിയോട് ഇങ്ങനെ പറഞ്ഞു, 2 കുഞ്ഞുങ്ങളുണ്ട് വീട്ടിൽ, ഞാനും മിനിയും മാത്രമേ ഉള്ളൂ, ഫാദറൊക്കെ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ വീട് പണിയുടെ സമയവും ഒക്കെയാണല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ആ വീട് വിറ്റു. ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വീട് വിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. അത് കഴിഞ്ഞിട്ട് ഈ തോമസ് ചേട്ടനെ ഞങ്ങളുടെ വീട്ടിലങ്ങ് താമസിപ്പിക്കുമ്പം ഞാൻ ഭാര്യയോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, ഈശോ ഇന്ന്, അതായത് ഈ ഭിക്ഷക്കാരനും തെണ്ടിയും മാനസിക രോഗിയും ഹൈ ഡയബറ്റിക്കുമായ ഈ മനുഷ്യനെ താമസിപ്പിക്കാമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അംഗീകരിക്കില്ല. ഞാൻ അവളോട് ചോദിച്ചത്, ഈശോ ഇന്ന് വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ പറയുന്നു? നമുക്ക് ഒരു സംഭവത്തെ 2 രീതിയിൽ കാണാമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു, ഈശോ വന്നു കഴിഞ്ഞാൽ നമ്മളെ എവിടെ കിടത്തും? കട്ടില നല്ല ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അവിടെ കിടത്തി. ഫാദർ കിടക്കുന്ന കട്ടില അത്. ആ സമയത്ത് ഫാദറൊക്കെ ഉണ്ടോ? ഇല്ല, ഫാദർ അമ്മച്ചിയുടെ അനിയത്തിൻ്റെ ഒരു വീടുണ്ട് അവിടുത്തെ. ഞങ്ങൾ ഇവിടെ നിന്നുള്ള സ്ഥലങ്ങളെല്ലാം വിറ്റ് മലബാർ ഞങ്ങൾക്ക് ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് എല്ലാവരും അവിടെ പോയി സെറ്റിലാകാനൊരു ശ്രമവും അതെല്ലാം ഇതിനിടയ്ക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ പോകാതെ ഇവിടെ നിന്നേ. അപ്പോൾ റബ്ബറിൻ്റെ വ്യാപാരമുണ്ട്, തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട് ഫാദറിന്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ഒരൊറ്റ വാക്കാണ്, അപ്പോൾ താമസിപ്പിക്കാം.
അന്ന് വെച്ചിട്ട് അതൊരു അവസാനത്തെ സംഭവമല്ല. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ എല്ലാവരും വന്നു, സഹോദരങ്ങളെല്ലാം വന്നിട്ട് പറഞ്ഞു, ഇത് പറ്റിയാൽ എവിടെയെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഈ മനുഷ്യനെ വീടിനകത്ത് തന്നെ അത് തന്നെ താമസിപ്പിച്ചു. ഭാര്യയ്ക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. ഈ ചോദ്യത്തിൽ അവള് വീണു. ഈശോ അല്ലേ, അപ്പം ഈശോയാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ മനുഷ്യനിൽ കർത്താവുണ്ട്. അപ്പം എല്ലാ ധ്യാനത്തിൻ്റെയും അല്ലെ എല്ലാ വചനത്തിൻ്റെയും ഒരു ഏറ്റവും അങ്ങേറ്റത്തെ ഒരു സംഭവമാണ് സ്വർഗത്തിൽ പോകേണ്ടത്. നമുക്ക് ഞാൻ ഇന്നലെയും ചോദിച്ചു, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല, പാലക്കാരെ മുഴുവൻ കൊണ്ടുവന്നു. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് കർത്താവ് ചില ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ തരുന്നത്. എല്ലാവരും സഹകരിക്കട്ടെ, എല്ലാവരും. പക്ഷെ അതാണ് അതിൻ്റെ അകത്തൊരു പിന്നീട് ഒരു ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ എല്ലാവരും വന്നൊരു മീറ്റിംഗ് പോലെ വെച്ചു. എൻ്റെ സഹോദരൻ ഞങ്ങൾ 10 പേരുണ്ട്. അപ്പം എല്ലാവരും വന്നു. എല്ലാവരും വന്നിട്ടുണ്ട്, ഇത് പറ്റിയല്ല, ഇത് ചെയ്താൽ കുഴപ്പം വേറൊന്നുമില്ല, മിനിയും പിള്ളേർക്കും സേഫ് അല്ല. ശരിക്കും പറഞ്ഞാൽ മാനുഷികമായിട്ട് നോക്കുമ്പോൾ ശരിയാണല്ലോ ഇയാൾ. അപ്പം അത് ഞാൻ അന്നേരം അവരോട് മറുപടി പറയുന്നത്, ഇയാളിൽ ഞാൻ കാണുന്നത് ആരെയാണോ ആ ആൾ എന്നെ സംരക്ഷിക്കും. അപ്പോൾ ഇത് ഞാൻ താമസിക്കുന്ന വീടാണല്ലോ, അപ്പോൾ ഇവിടെ തീരുമാനം ഞാൻ എൻ്റെ എടുക്കണ്ടേ. അപ്പം അങ്ങനെ ഒരു കടുംപിടുത്തമാണ് തുടരാൻ അല്ലെങ്കിൽ ഇത് തൊട്ടപ്പുറത്ത് വാടക വീട്ടിലേക്ക് മാറിയനെ. ഇപ്പോഴും ഞങ്ങൾ അതിനകത്ത് തന്നെ താമസിക്കുന്നത്. ഈ വാടക വീട്ടിൽ തന്നെയാണ്. അല്ലല്ല, അവിടെ നിന്നെല്ലാം പോയി. ഞാൻ പറഞ്ഞില്ല, മറ്റ് സ്ഥലം വിറ്റു, മലബാറിലെ സ്ഥലം വിറ്റു, പിന്നെ തിരിച്ചു വന്നു. അവിടേക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. എൻ്റെ ഒരു സഹോദരിയുടെ സ്ഥലം അതിനോട് ചേർന്ന 26 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടാണ് 1 വർഷം കൊണ്ട് ആ സ്ഥലത്തുനിന്ന് ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി. ചുമ്മാ ഷെഡൊക്കെ വെച്ചിട്ട് എല്ലാവരുടെയും എന്നെ കൂടെ തുടങ്ങിയതല്ല. ഒരേ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇതേ സംഭവം നടന്നുകൊണ്ടായിരുന്നു, അതാരും അറിഞ്ഞില്ല. ഒരിക്കൽ പരസ്പരം കാണാനിടയായി കുറേ വർഷങ്ങൾക്ക് ശേഷം. അന്നേരമാണ് ഞാൻ 98, ഞാൻ 96. ഇതിൻ്റെയൊക്കെ ബേസ് കിടക്കുന്നത് ദൈവോധനവും കരിസ്മാറ്റിക്കുമാണ്. കരിസ്മാറ്റിക് എല്ലാവരും അതെ. അല്ലാതെ ഇത് ആർക്കും ഇപ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ പലരും ഒക്കെ ചെയ്യുന്ന പോലെ ഒരു റിട്ടയർമെൻറ്റ് ഹോമോ റിഹാബിലിറ്റേഷൻ സെൻ്ററോ 10 ഏക്കറോ 5 ഏക്കറോ മേടിച്ച് തുടങ്ങിയവരല്ല. അവരുടെ ഇല്ലായ്മയിൽ ഒരാളെ 2 ആളെ ശരിക്കും ദൈവരാജ്യത്തെ കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നത് പോലെ കടുകുമണി പോലെ അത് വളർന്നു. അത് വളരാതിരിക്കാൻ പറ്റിയാൽ ഇതിനെ ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ല. തടസ്സപ്പെടുത്താനൊക്കെ ഒരുപാട് ശക്തികളൊക്കെ വന്നിട്ടുണ്ട്, നിയമവും സർക്കാരും. അവരൊക്കെ ഇന്ന് ഇതിൻ്റെ ഗുണം അനുഭവിക്കുന്നവരാണ്. ശരിക്കും ഈ സഹോദരങ്ങൾ ഇങ്ങനെ എതിർപ്പ് പറഞ്ഞു. അപ്പൻ്റെ അമ്മയുടെ നിലപാട് എന്തായിരുന്നു? അപ്പനും അമ്മയ്ക്കും അപ്പനെ എന്നെ പറ്റി ഒരു തേങ്ങലുണ്ടല്ലോ, വഴിതെറ്റി ഉള്ളുണ്ട്. അമ്മയ്ക്കാണേലും പ്രാർത്ഥനയുണ്ട്. അമ്മച്ചി എന്നോട് ആദ്യം വന്നിട്ട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് തുറന്നു. അപ്പോൾ ആ അമ്മച്ചിയൊക്കെ ഇവിടെ ഇങ്ങോട്ടേക്കും വന്നു, എൻ്റെ കൂടെ താമസിക്കാൻ തന്നെ വന്നു. അവർക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കണ്ടേടാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലെ ആ ഒരു നാഴി അരി ഇടുന്ന കലത്തിൻ്റെ ഷേപ്പ് വലുതായി 10 20 അറിയുന്നവരും കേൾക്കുന്നവരും ഒക്കെ ഇവിടെ ആളെ കൊണ്ടുവന്ന് വിടാൻ തുടങ്ങി. പള്ളികളിലൊക്കെ ചില അനൗൺസ്മെൻറ്റ്, ചില പള്ളിയിലൊക്കെ, അത് അച്ഛന്മാരല്ല, ചില ഈ ഇങ്ങനെയുള്ള ആളുകളുണ്ട് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവർ, അവിടെ ചെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞ് അവിടെ ഇതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു 3-4 മാസം കൊണ്ട് രൂപതയും പള്ളിയും എല്ലാവരും അറിയുകയും നമ്മൾ അങ്ങോട്ട് ചെല്ലുകയും ചെയ്തു. കാരണം അങ്ങോട്ട് ചെല്ലുന്ന വെച്ചാൽ അത് അപ്പത്തെ എനിക്ക് ഒരു 3 മാസം കൊണ്ട് 40 പേരായി. അതിൻ്റെ പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇന്നും ഇപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരാളെ എടുത്തിട്ടുണ്ട്. പിങ്ക് പോലീസ് കോട്ടയം സിറ്റിയിൽ നിന്ന് ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ടങ്ങ് വരുന്നുണ്ട്. അപ്പം മിനി എന്നാണ് പോലീസുകാരെത്തിയിട്ട്, ഞാൻ മിനി പോലീസാ ബ്രദറെ ഇത്രയേ ഉള്ളൂ, കൊണ്ടുകൊള്ളാൻ പറയാം, അല്ലാതെ ഇപ്പം എൻ്റെ വേറെ ഒരു ഓപ്ഷൻ പറയാനില്ല നമ്മുടെ കയ്യിൽ, അതുകൊണ്ട് എടുത്തോളാൻ പറഞ്ഞു. ആദ്യമായിട്ട് ഇത് പറ്റിയെന്ന് വെച്ചാൽ ആരും അറിയാതെ ചെയ്യണമെന്ന് ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ മലയാള മനോരമക്കാരിൽ ഒരാളിത് അറിഞ്ഞിട്ട് വന്നിട്ട് ഫോട്ടോ എടുത്ത് പത്രത്തിലൊരു ന്യൂസ് കൊടുക്കാമെന്ന്. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നല്ല ഉദ്ദേശം. ഞാനത് വേണ്ടെന്നുള്ളത് കർശനമായിട്ട് പിടിച്ചപ്പോൾ അയാൾക്ക് എന്നോട് സംശയമായി. താങ്കൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ജനങ്ങൾക്ക് അറിയാം, ഇത് ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസമാണെന്ന് പറയും. അത് എനിക്ക് ഇച്ചിരി അറിയാവുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ എന്നാലും പുള്ളി എന്നെ വരട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് കീഴ്വഴങ്ങിയത്. പിറ്റേ ദിവസം വന്നു കാനാട്ടുപാറയിലെ കരുണാസാഗരം എന്ന് പറയും, മനോരമ നല്ല റൈറ്റപ്പ് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വനിത, പിന്നെ അങ്ങനെ മനോരമ, വനിത, ഇന്ത്യ ടുഡേ സക്കറിയ എന്ന് പറഞ്ഞ ആൾ എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ കസിനാണ്. അപ്പോൾ സക്കറിയ സാറിനെ കൊണ്ടുവന്ന് നമ്മൾ ഈ പറഞ്ഞാൽ വായനയൊന്നുമില്ലല്ലോ. അപ്പോൾ സക്കറിയ സാറ് മുമ്പിലിരിക്കുന്നത് പുള്ളിയാണെന്ന് എനിക്കറിയത്തില്ല. പുള്ളി കുറേ സംസാരിച്ചു. പിറ്റേ ഇന്ത്യ ടുഡേ വന്നത് കാനാട്ടുപാറയിലെ കാലിത്തൊഴുത്ത്. ബ്രദറെ, അങ്ങയുടെ ഈ ജീവിത അനുഭവങ്ങൾ അത് വളരെ സംഭവ ബഹുലമാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് വളരെ എനിക്ക് തോന്നുന്ന ഒരു സിനിമാ കഥ പോലെ ഇങ്ങനെ പറഞ്ഞു പോകാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കാം. പ്രേക്ഷകരും വളരെ
സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മരീസദനം സന്തോഷേട്ടൻ്റെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ നമുക്ക് വീണ്ടും കേൾക്കാം. അതുവരെ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.